ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് മഹേന്ദ്ര എക്സ് വി 3XO. ഫ്രണ്ട് ലുക്ക് തന്നെ കാറിൽ ഒരു മാസീവ് ലുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി കാറിൻ്റെ ടയർ വരാൻ നേരത്ത് 16 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് ലഭിക്കുന്നത്. ലെങ്ത് വരുമ്പോൾ 3990 mm, വിഡ്ത്ത് 1821 mm, ഹൈറ്റ് 1647 mm. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 42 ലിറ്ററാണ്. ഇനി ബൂട്ട് സ്പേസ് വരാൻ നേരത്ത് 364 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. 3XOൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. ടെയിൽ ലാംപ്സ് ഒക്കെ ആണെങ്കിലും കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് X5 എന്നുള്ള മോഡലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 10 ഇഞ്ച് സ്ക്രീനാണ്, ടച്ച് സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ ആ സെയിം സൈസ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വരുന്നുണ്ട്, അതും സ്ക്രീൻ തന്നെയാണ്. പിന്നെ താഴേക്ക് നെയ്മ് നമുക്ക് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. പിന്നെ മുകളിലേക്ക് നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റിലേക്കാണ് വരുന്നത്. സീറ്റിലേക്ക് നമുക്ക് ഫാബ്രിക് സീറ്റ് ആണ് വരുന്നത്, പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് സീറ്റ്സ് ആണ് വരുന്നത്. അത് തന്നെ ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഡ്യുവൽ ടോൺ ക്യാബിനാണ് നമുക്ക് വരുന്നത്. നമുക്ക് 1.2 ലിറ്റർ TCMPFI എഞ്ചിനാണ് വരുന്നത്. 110 bhp ആണ് പവർ വരുന്നത്. 200 Nm ടോർക്കും വരുന്നുണ്ട്. അത് രണ്ടും ഓട്ടോമാറ്റിക്കിലും മാനുവലിലും നമുക്ക് 200 Nm ടോർക്ക് തന്നെയുണ്ട്. മൈലേജ് പറയുന്നത് നമുക്ക് ഹൈവേസിൽ ഒരു 18ഉം ഓൺ റോഡിൽ നമുക്ക് റിയൽ വേൾഡിൽ ഒരു 15ഒക്കെയാണ് നമ്മൾ മൈലേജും പറയുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തത്. നമ്പർ 7736892451. പരിചയപ്പെട്ട ഡീറ്റെയിൽസിന് പുറമെ വയർലെസ് ചാർജർ, 6 എയർ ബാഗ്, ABS, CBD, ഹിൽ ഹോൾഡ്, ഡീസൻ കൺട്രോൾ എല്ലാം തന്നെ ഈ വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഈ കാറിനെ പറ്റിയ അഭിപ്രായമെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.